എല്ലാവർക്കും നമസ്കാരം. CC ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു യൂസ്ഫുൾ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ 2026 എന്ന് പറയുന്ന ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകൾ തുടർച്ചയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ 2026 എന്ന് പറയുന്ന പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരുപാട് പുത്തൻ പ്രതീക്ഷകളും ഒരുപാട് നമ്മൾ ദൃഢനിശ്ചയത്തോടു കൂടിയായിരിക്കും 2026 വരവേൽക്കുന്നത്. അങ്ങനെ 2026 എന്ന് പറയുന്ന നല്ലൊരു വർഷത്തിനെ നമ്മുടെ മുമ്പിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോരുത്. കാരണം 2026 എന്ന് പറയുന്ന വർഷത്തിലെ നമ്മൾ തുടർച്ചയായിട്ട് സഹകരണ ബാങ്ക് നടത്തുന്ന വിവിധ പരീക്ഷകൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലെ ഒരുപാട് പരീക്ഷകളും ഒരുപാട് ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉറവിടങ്ങളും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അടുത്തടുത്ത പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നു. അപ്പോൾ 2026 എന്ന് പറയുന്ന വർഷം പരീക്ഷകളുടെ കാലഘട്ടമാണ്. അതുവഴി നമ്മൾ ജീവിതത്തിലേക്കുള്ള കരകയറുന്നതിന്റെ ഭാഗമായിട്ടുള്ള ജോലിയിലേക്കുള്ള ഒരു വലിയൊരു യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് 2026 നമ്മൾ ഇങ്ങനെ ഈ ഒരു യാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ വേറിട്ട രീതിയിൽ കാണണമെന്ന് പറയാനുള്ള പ്രധാന കാരണം 2025 വരെയുള്ള വർഷങ്ങൾ നമ്മൾക്ക് ജോലി ഇല്ലാതെ പോയ വർഷങ്ങളാവുകയും 2026 മുതൽ നമ്മൾക്ക് ഒരു സർക്കാർ ജോലി കിട്ടി അല്ലെങ്കിൽ സഹകരണ ബാങ്കിലേക്കുള്ള ജോലി നേടിയെടുത്തു എന്നുള്ള കാലഘട്ടമായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്ന രീതിയിൽ നമ്മളുടെ കർമ്മ മേഖലയും പ്രവർത്തനങ്ങളും നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും 2026 എന്ന് പറയുന്ന വർഷം ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, 29-ാം തീയതി ഡിസംബർ മാസം 29-ാം തീയതി നമ്മുടെ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ കഴിഞ്ഞു. ഇനി ഇപ്പോൾ ജനുവരി 4-ാം തീയതി നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് കടക്കുകയാണ്. സോ ആ ജനുവരി 4-ാം തീയതി പരീക്ഷാ ഹാളിലേക്ക് കടക്കുമ്പോൾ മാത്സിനകത്തെ 10 ചോദ്യങ്ങൾ ഏത് നിലവാരത്തിലാണ് കഴിഞ്ഞു പോയ പരീക്ഷകൾക്ക് ചോദിച്ചത്, ആ ചോദ്യങ്ങളുടെ ഉറവിടം എങ്ങനെയായിരുന്നു, നമുക്കൊരു എത്ര സെക്കൻഡ് കൊണ്ട് അതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും, അത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് തൊട്ടടുത്ത വീഡിയോസിൽ നമ്മൾക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ മക്കളെ, നമുക്ക് 10 ചോദ്യങ്ങൾ വന്നതാണ് ഇങ്ങനെയാണ്. മാത്സിനകത്ത് 4 ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. ബാക്കിയുള്ള 6 ചോദ്യങ്ങളും റീസണിങ് ആയിരുന്നു. അങ്ങനെ 10 ചോദ്യങ്ങളിലെ വലിയ പ്രാധാന്യം കൊടുത്തത് റീസണിങ് ഭാഗത്തിനാണ്. മാത്സ് ആകെ 4 ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. ആ 4 ചോദ്യങ്ങളിലെ ഒരെണ്ണം പൈപ്പ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗമായിരുന്നു, ഒരെണ്ണം ആവറേജ്, ഒരെണ്ണം ട്രെയിൻ, ഒരെണ്ണം ആവറേജ് സ്പീഡ്. ഇങ്ങനെ 4 ചോദ്യങ്ങൾ മാത്രമേ മാത്സിനകത്ത് നിന്ന് ചോദിച്ചുള്ളൂ. ബാക്കിയുള്ള 6 ചോദ്യങ്ങളും നമുക്ക് ചോദിച്ച റീസണിങ്ങിലെ അതിലെ ഓഡ് മാൻ ഔട്ട് 2 ചോദ്യം, കോഡിംഗ് ഭാഗത്ത് നിന്ന് 1 ചോദ്യം ചോദിച്ചു, കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 1 ചോദ്യം ചോദിച്ചു, മിസ്സിംഗ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 1 ചോദ്യം ചോദിച്ചു, അതേപോലെ നമ്പർ അനലോഗി അല്ലെങ്കിൽ സമാന ബന്ധം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 1 ചോദ്യം ചോദിച്ചു. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഓഡ് മാൻ ഔട്ട് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. XBZ MRP PTR FJH. നിങ്ങൾ നോക്കിക്കേ, XBZ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, അതേപോലെ MRP എന്ന് പറയുന്ന മറ്റൊരു കോമ്പിനേഷൻ, PTR എന്ന് പറയുന്ന മറ്റൊരു കോമ്പിനേഷൻ, FJH എന്ന് പറയുന്ന മറ്റൊരു കോമ്പിനേഷൻ. ഇതാണ് നോക്കിക്കോണം. ഇവിടെ കുഞ്ഞുങ്ങളെ XB ആകണമെങ്കിൽ എന്ത് ചെയ്യണം? X എന്ന് പറയുന്ന അക്ഷരം സ്വാഭാവികമായിട്ടും B ആകണമെങ്കിൽ Y Z A B 4 കൂട്ടിയാൽ മതി
എന്നുള്ള കാര്യം മനസ്സിലായി. 4 കൂട്ടിയാൽ മതി. ഇനി ബി ഇസഡ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ബി ഇസഡ് ആകണമെങ്കിൽ നിങ്ങൾ പിറകോട്ട് പോകണം, അല്ലേ? പിറകോട്ട് പോകണം. അപ്പൊ വേണ്ടേ, 1 പുറകോട്ട് പോയാൽ എ ആയി, വീണ്ടും 1 കൂടെ പുറകോട്ട് പോയാൽ ഇസഡ് വരും. അതായത് 2 പിറകോട്ട് പോയാൽ മതി. ബി ഇസഡ് ആകണമെങ്കിൽ 2 പിറകോട്ട് പോയാൽ മതി. മകളെ എം ആർ ആകണമെങ്കിൽ എന്ത് ചെയ്യണോടോ? എം എൻ ഒ പി ക്യു ആർ. ഒന്നും കൂടെ, എം എൻ ഒ, എം കഴിഞ്ഞാൽ എൻ ഒ പി ക്യു ആർ. അതായത് എം ആർ ആകണമെങ്കിൽ നോക്കിക്കോണേ, എൻ ഒ പി ക്യു ആർ. അതായത് 5 അക്ഷരം മുമ്പോട്ട് പോകണം. 6 പി ആകണമെങ്കിൽ 6 എന്ന് പറയുന്ന അക്ഷരം മുമ്പിലാണ്. പി ആകണമെങ്കിൽ 1 പുറകോട്ട് പോയാൽ ക്യൂ, വീണ്ടും 1 പുറകോട്ട് പോയാൽ പി. കുഴപ്പമില്ല, 2 പുറകോട്ട് പോയാൽ മതി. പി ടി ആകണമെങ്കിൽ പി ക്യു ആർ എസ് ടി, 4 മുമ്പോട്ട് പോകണം, 4 അക്ഷരം മുമ്പോട്ട് പോകണം. ടി ആർ ആകണമെങ്കിൽ ടി എന്ന് പറയുന്ന അക്ഷരത്തിൽ നിന്നും ആറിലേക്ക് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും 2 അക്ഷരം പിറകോട്ട് പോയാൽ മതി. 2 പിറകോട്ട് പോയാൽ മതി. 1 പുറകോട്ട് പോയാൽ എസ്, വീണ്ടും 1 കൂടെ പുറകോട്ട് പോയാൽ ആറ്. കറക്റ്റ്. എടാ കുഞ്ഞുങ്ങളെ, എഫ് ജെ ആകണമെങ്കിൽ ഇ എഫ് ജി എച്ച് ഐ ജെ, 4 മുമ്പോട്ട് പോകണം. ജെ എച്ച് ആകണമെങ്കിൽ ജെ എന്ന് പറയുന്ന അക്ഷരത്തിൽ നിന്നും എച്ചിലേക്ക് പോകണമെങ്കിൽ 2 പിറകോട്ട് വരണം. ഐ എച്ച് 2 പിറകോട്ട് വരണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 4 മുമ്പോട്ട് പോകണം, 2 പിറകോട്ട് വരണം, 4 മുമ്പോട്ട് പോകണം, 2 പിറകോട്ട് വരണം എന്ന് കിടക്കുന്നതാണ് എയും സിയും ഡിയും. പക്ഷെ ഇവിടെ വേറിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ ബി ആണ്. എം ആർ പി എന്ന് പറയുന്നതിലെ 5 മുമ്പോട്ട് പോയി 2 ആണ് പിറകോട്ട് വരേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. സെറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചു. നമ്മുടെ പൈപ്പ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. എ എന്ന് പറയുന്ന പൈപ്പ് ഒരു ടാങ്ക് 10 മിനിറ്റ് കൊണ്ട് നിറയ്ക്കും എന്ന് പറഞ്ഞു നമ്മൾ എഴുതി വെച്ചു. എ എന്ന് പറയുന്ന പൈപ്പ് 10 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്കിനെ നിറയ്ക്കും. അടുത്തത് ബി എന്ന് പറയുന്ന പൈപ്പ് 15 മിനിറ്റ് കൊണ്ടാണ് ഒരു ടാങ്ക് നിറയ്ക്കുന്നത്. എടാ, സി എന്ന് പറയുന്ന മറ്റൊരു പൈപ്പ് ഉണ്ട്, അത് 30 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. ഹൗ ലോങ് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു ഫിൽ ദ ടാങ്ക് ഇഫ് 3 പൈപ്സ് ആർ ഓപ്പൺ ടുഗദർ? 3 പൈപ്പും കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ആ ടാങ്ക് എത്ര മിനിറ്റ് കൊണ്ട് നിറയ്ക്കും എന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററോ അല്ലെങ്കിൽ പൈപ്പ് ആൻഡ് സിസ്റ്റേൺ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ടോ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യത്തിനെ ക്ലബ് ചെയ്യാം. എ ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും, ബി അതേ ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കും, സി ആണെങ്കിൽ 30 ദിവസം എടുക്കും. 3 പേരും കൂടെ ഒരുമിക്കുവാണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കും എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ്, തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക. ഇവിടെ സമയം എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ആ ചോദ്യം മറ്റേ രീതിയിൽ ചിന്തിച്ചു. 10ന്റെയും 15ന്റെയും 30ന്റെ LCM സിമ്പിൾ ആയിട്ട് 30 വരും. കാരണം ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ടെല്ലാം പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യയായിരിക്കും LCM എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 30 ആണ്. 30നെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും, 15 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് കണ്ണും പൂട്ടി നമുക്ക് പറയാം 30 ആണ് LCM എന്ന് പറയാം. ഓക്കെ, അതായത് 10 മിനിറ്റ് കൊണ്ടാണ് 30 ജോലി ചെയ്യുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ ചെയ്യുന്ന ജോലിയുടെ അളവെന്ന് പറഞ്ഞാൽ, എടാ കുഞ്ഞുങ്ങളെ, 30/10 3 അല്ലേ? 10 മിനിറ്റ് കൊണ്ട് 30 ജോലി ചെയ്താൽ 1 മിനിറ്റിൽ ചെയ്യുന്നത് 3 ജോലി. 15 മിനിറ്റ് കൊണ്ട് 30 ജോലി ചെയ്താൽ 1 മിനിറ്റിൽ ചെയ്യുന്നത് 30/15 2 ജോലിയാണ്. 30 മിനിറ്റിൽ 30 ജോലി ചെയ്താൽ 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവ് 30/30 1 ആണെന്ന് മനസ്സിലായി. അതായത്
എ എന്ന് പറയുന്ന പൈപ്പ് 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവ് 3, ബി എന്ന് പറയുന്ന പൈപ്പ് 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവ് 2, സി എന്ന് പറയുന്ന പൈപ്പ് 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവ് 1. എടാ പിള്ളേരെ ദാണ്ടേ ഈ എയും ബിയും സിയും കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എയും ബിയും സിയും ഈ 3 പൈപ്പുകളും ഒരുമിച്ച് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവെന്ന് പറഞ്ഞാല് 3 2 5 1 6 ജോലിയാണ് ചെയ്യുന്നത്. 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവ് 6. 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവ് 6. നമുക്ക് തീരേണ്ടത് 30. കാരണം ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 30. തീരേണ്ടത് 30. 1 മിനിറ്റിൽ ചെയ്യുന്നത് 6. തീരേണ്ടത് 30. 1 മിനിറ്റിൽ ചെയ്യുന്നത് 6. 1 മിനിറ്റിൽ ചെയ്യുന്നത് 6. അങ്ങനെയാണെങ്കിൽ 30നെ 6 കൊണ്ട് ഹരിച്ചാല് 5 മിനിറ്റ്. ഉത്തരം 5 മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് നിറയ്ക്കാൻ പറ്റുമെന്നർത്ഥം. ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. ഒന്നും കൂടെ പറയാം. തന്നിരിക്കുന്ന സമയങ്ങളുടെ എൽസിയം കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക, എന്നിട്ട് നിങ്ങൾ ഓരോ മിനിറ്റിലെ വർക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എ 1 മിനിറ്റിൽ 3 ജോലിയാണ് ചെയ്യുന്നത്, ബി 1 മിനിറ്റിൽ 2 ജോലി ചെയ്യും, സി 1 മിനിറ്റില് 1 ജോലിയാണ് ചെയ്യുന്നത്. ഇവന്മാര് 3 പേരും കൂടെ ഒരുമിക്കുവാണെങ്കിൽ എയും ബിയും സിയും കൂടെ ഇവന്മാര് 3 പേരും കൂടെ ഒരുമിക്കുവാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ അളവെന്ന് പറഞ്ഞാല് 3 2 5 1 6 ജോലിയാണ്. നമുക്ക് തീരേണ്ടത് 30. 1 മിനിറ്റിൽ ചെയ്യുന്നത് 6. 1 മിനിറ്റിൽ 6, അടുത്ത മിനിറ്റിൽ 6, വീണ്ടും 6, വീണ്ടും 6, അങ്ങനെ 6 ജോലി വെച്ച് ഓരോ മിനിറ്റിലും ചെയ്യുവാണെങ്കിൽ എടാ 5 മിനിറ്റ് കൊണ്ട് ആ ജോലി തീരത്തില്ലേ? 6 30. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. ദാണ്ടേ ആ ഒരു ചോദ്യം ദാണ്ടെ ഇവിടെ നമ്മൾ അല്ലാതെ ഒന്ന് എഴുതി വെച്ചതേ ഉള്ളൂ, നമ്മൾ അത് ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം ദാ പിടിച്ചു. ഇഫ് O ഇസ് ഈക്വൽ ടു 20, LIT ഇസ് ഈക്വൽ ടു 46. അങ്ങനെയാണെങ്കിൽ പിഗ് എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അതെങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം പരീക്ഷയ്ക്ക് ചോദിച്ചത്. എടാ മക്കളെ, O എന്ന് പറഞ്ഞാൽ 20 അല്ലേ? O എന്ന് പറഞ്ഞാൽ നമുക്കറിയാം O എന്ന് പറയുന്ന അക്ഷരം 15ാമത്തെ അക്ഷരം അല്ലേ? O എന്ന് പറയുന്ന അക്ഷരം 15ാമത്തെ അക്ഷരമാണ്. ആ O എന്ന് പറയുന്നത് 15 ആണ്. ആ 15ാമത്തെ അക്ഷരമാണ് 20ാമതായിട്ട് നമ്മൾ കോഡ് ചെയ്തു. ദാണ്ടേ LIT എന്ന് പറയുന്ന ഈ ഒരു വാക്ക്, L എന്ന് പറയുന്നത് 12, I എന്ന് പറയുന്നത് 9, T എന്ന് പറയുന്നത് എത്ര? T എന്ന് പറയുന്ന അക്ഷരത്തിന്റെ 20ാമത്തെ അക്ഷരമാണ്. സോ നിങ്ങൾ കൂട്ടി നോക്കിയാൽ ദാണ്ടേ L എന്ന് പറയുന്നത് 12ാമത്തെ അക്ഷരമാണ്, I എന്തായാലും 9ാമത്തെ അക്ഷരമാണ്, T എന്ന് പറയുന്നത് 20ാമത്തെ അക്ഷരമാണ്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 20ഉം 9ഉം കൂടെ കൂട്ടിയാൽ 29ഉം 2 31 10 41. LIT പൊസിഷൻ വാല്യൂസ് കൂട്ടിയ 41. ആ സാധനമാണ് നമ്മൾ 46 കോഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. 15 20 മാറി, അതായത് 5 കൂട്ടിയാൽ മതി. 41 46 മാറി. എടാ കുഞ്ഞുങ്ങളെ 5 കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ പിഗിലെ ഓരോ അക്ഷരങ്ങളുടെയും സ്ഥാനവിലകൾ തമ്മിൽ കൂട്ടി വെച്ചിട്ട് അതിന്റെ കൂടെ ഒരു 5ഉം കൂടെ കൂട്ടുക. P എന്ന് പറഞ്ഞാൽ 16, I എന്ന് പറഞ്ഞാൽ 9, G എന്ന് പറഞ്ഞാൽ 7. ദാ പിടിച്ചോ, 9 7 16, 16ഉം കൂടെ കൂട്ടിയാൽ 32. ആ കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ 5 കൂട്ടിക്കോ, 32ന്റെ കൂടെ 5 കൂട്ടിയാൽ 37. ഓപ്ഷനെ സെറ്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ് ആൻസർ. വളരെ സിമ്പിൾ ചോദ്യമാണ്. അപ്പൊ ആദ്യത്തെ 3 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 3 നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടാവുന്ന ചോദ്യങ്ങളായിരുന്നു. 4ാമത്തെ ക്വസ്റ്റ്യൻ ദാ പിടിച്ചു. സോ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആവറേജ് എന്ന് പറയുന്നത് തുക ബൈ എണ്ണമാണ്. സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ് ആവറേജ്. സോ സം ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ. അപ്പോൾ അത് ഓർമ്മയിൽ വേണം. ആവറേജ് ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പൊ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സം ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ. ദാണ്ടേ 6 years ago, 6 വർഷം മുമ്പ്, the average age of Aisha, Beena, Catherine was 32. 6 വർഷം മുമ്പ്
ആയിഷയുടെയും ബീനയുടെയും ഖാദറിന്റെയും വയസ്സുകളുടെ ആവറേജ് 32 സോ അങ്ങനാണെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാം. 6 വർഷം മുമ്പുള്ള സമ്മ്, 6 വർഷം മുമ്പുള്ള ആയിഷയുടെയും ബീനയുടെയും ഖാദറിന്റെയും വയസ്സുകളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ സമ്മ് കണ്ടുപിടിക്കാൻ ആവറേജ് നമ്പറോടെ ഗുണിച്ചാൽ മതി. എടാ കുഞ്ഞുങ്ങളെ, ആവറേജ് എന്ന് പറയുന്നത് 32, എണ്ണം നമ്പർ 3 പേര്, ആയിഷ ബീന ഖാദറിൻ 3 പേര്. സോ 32നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലോ, 32നെ 3 കൊണ്ട് ഗുണിച്ച 96. 6 വർഷം മുമ്പ് അവരുടെ വയസ്സുകളുടെ തുക അല്ലെങ്കിൽ സമ്മ് എന്ന് പറയുന്നത് 96. സോ അങ്ങനാണെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ വയസ്സുകളുടെ സമ്മ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും 6 വർഷം മുമ്പ് അവർക്ക് എത്ര വയസ്സുണ്ടോ ആ ഓരോരുത്തരുടെയും വയസ്സ് 6 വെച്ച് കൂടത്തില്ലേ? ആ ഓരോരുത്തരുടെയും വയസ്സ് 6 വെച്ച് കൂടും. ഐഷയുടെയും 6 കൂടി, ബീനയുടെയും 6 കൂടി, ഖാദറിന്റെയും 6 കൂടി, 6 6 12 6 18 കൂടി. അങ്ങനെയാണെങ്കിൽ 96ന്റെ കൂടെ 18 കൂട്ടിക്കോ. 96ന്റെ കൂടെ 18 കൂട്ടിയാൽ 8ഉം 6ഉം കൂടെ കൂട്ടിയാൽ 14 ശിഷ്ട 1, 9 1 10 1 11 114 എന്ന് വരും. ആ 114 വന്നത് 96ന്റെ കൂടെ 18 കൂട്ടിയതാണ്. സോ 96ന്റെ കൂടെ 18 കൂട്ടിയാൽ 114 എന്ന് വന്നു. അതായത് ഇപ്പോഴത്തെ അവരുടെ വയസ്സുകളുടെ തുക 114 ഈ സമയത്താണ് ദിവ്യ കൂടി വരുന്നു. ദിവ്യ കൂടി വരുമ്പോൾ ആളുകളുടെ എണ്ണം 4 ആയിട്ട് മാറും. ദിവ്യ കൂടി വരുമ്പോൾ ആളുകളുടെ എണ്ണം 4 ആയിട്ട് മാറും. സോ അപ്പോൾ ആവറേജ് 36. അതായത് പിടിച്ചു, ആയിഷയുടെയും ബീനയുടെയും ഖാദറിന്റെയും ദിവ്യയുടെയും വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് ആവറേജിനെ നമ്പർ കൊണ്ട് ഗുണിക്കുക. അതായത് 36 ആയിരുന്നു ആവറേജ് ഇപ്പോഴത്തത്. ഇപ്പോഴത്തെ അവരുടെ 4 പേരുടെ ആവറേജ് ആണ് 36. മക്കളെ, അതിനെ നിങ്ങൾ 4 കൊണ്ട് ഗുണിക്കണം. ഒരു സംഖ്യ 4 കൊണ്ട് ഗുണിക്കാൻ എളുപ്പ വഴി ഇരട്ടി എടുക്കുക, പിന്നെയും ഇരട്ടി എടുക്കുക. 2 കൊണ്ട് ഗുണിക്കുക, വീണ്ടും 2 കൊണ്ട് ഗുണിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം 36ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 72. എടാ 72ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 144, 144, 144, 144, 144. അതായത് ഇപ്പോഴത്തെ ആയിഷയുടെയും ബീനയുടെയും ഖാദറിന്റെയും ദിവ്യയുടെയും കൂടെ വയസ്സുകളുടെ തുകയാണ് 144. അതിലെ ആയിഷ ബീന ഖാദറിൻ 114. സോ ഇത്രയും 114. അങ്ങനാണെങ്കിൽ ദിവ്യയുടെ വയസ്സെന്ന് പറഞ്ഞാല് 144 മൈനസ് 114 അല്ലേ? കാരണം ഇവിടെ കിടക്കുന്ന പ്ലസ് അപ്പുറത്ത് പോയാൽ മൈനസ് ആയി. 144 നിന്ന് 114 കുറച്ചാൽ ദാ പിടിച്ചു. ആൻസർ ഓപ്ഷൻ ഡി, 30 വയസ്സായിരുന്നു റൈറ്റ് ആൻസർ. സോ ഈ ഒരു ചോദ്യം ആവറേജ് എന്ന് പറഞ്ഞാൽ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ആണെന്നും സം ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ആണെന്നും അറിയാവുന്നവന് പെട്ടെന്ന് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. സോ ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, ടൈപ്പ് 3 ആണോ, ടൈപ്പ് 4 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിനകത്ത് പോയാൽ കാണാൻ പറ്റും. ആ ഒരു വീഡിയോ കണ്ട് പോയ ആൾക്കാർക്ക് മാത്രം ആ ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും. കാരണം അത്രമേൽ എളുപ്പമുള്ള ചോദ്യമാണ്. ഇവിടെ നമ്മുടെ ട്രെയിൻ ഒരു ബ്രിഡ്ജിനെയാണ് മറികടക്കുന്നത്, ഒരു പാലം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാലം, അതേപോലെ പ്ലാറ്റ്ഫോം, തുരങ്കം, കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ, ഇത്തരം സാധനങ്ങളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ അത് ടൈപ്പ് 2 പ്രോബ്ലം ആണെന്ന് ഓർത്തിരിക്കണം. അത് ടൈപ്പ് 2 ആണ്. സോ അങ്ങനെ ടൈപ്പ് 2 ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് അവരെന്താണോ തരുന്നത് അതിന്റെ നീളം കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ സമയം. അതാണ് ഇക്വേഷൻ. ഇവിടെ അവര് തന്നത് ബ്രിഡ്ജാണ്, പാലമാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും പാലത്തിന്റെ നീളം കൂടെ കൂട്ടണം ഡിവൈഡഡ് ബൈ സമയം. ചോദ്യകർത്താവ് സ്പീഡ് തന്നിട്ടുണ്ട് 90.
അത് കിലോമീറ്റർ പെർ അവർ ആണ്. തന്നിരിക്കുന്ന സമയം സെക്കൻഡിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എടാ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇടതുവശം ക്ലിയർ ആയി. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. ട്രെയിനിന്റെ നീളം 125 മീറ്റർ, പാലത്തിന്റെ നീളം 275 മീറ്റർ. രണ്ടും കൂടെ കൂട്ടിക്കോ. 275ന്റെ കൂടെ 25 കൂട്ടിയാൽ 300, 300ന്റെ കൂടെ 100 കൂടെ കൂട്ടിയാൽ 400. സോ ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും കൂട്ടിയ 400 ബൈ സമയം. മക്കളെ, 18ന്റെ 5ാമത്തെ മൾട്ടിപ്പിൾ അല്ലേടാ 90. 18ന്റെ 5ാമത്തെ മൾട്ടിപ്പിൾ ആണ് 90. 400ഉം 5ഉം കൂടെ വെട്ടിയാൽ സ്വാഭാവികമായിട്ടും 8×5 40, 80 വരും. അതായത് 5 കൊണ്ട് വെട്ടുവാണെന്നുണ്ടെങ്കിൽ, 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1, റൈറ്റ് സൈഡിൽ കിടക്കുന്ന 400നെ 5 കൊണ്ട് ഹരിച്ചാൽ 80 വരും. ആ കിടക്കുന്ന 5ഉം ഈ കിടക്കുന്ന 80ഉം കൂടെ 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1, 80നെ 5 കൊണ്ട് ഹരിച്ചാൽ 16. ഇനി ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ സമയം ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു സമയം ഈസ് ഈക്വൽ ടു 16 സെക്കൻഡ്. അതായത് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ചോദ്യം. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ടൈപ്പ് 1 ചോദ്യങ്ങളും ടൈപ്പ് 2 ചോദ്യങ്ങളും ടൈപ്പ് 3 ചോദ്യങ്ങളും ടൈപ്പ് 4 ചോദ്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിനകത്ത് പോയാൽ, മാത്സിന്റെ പ്ലേലിസ്റ്റിനകത്തേക്ക് പോയാൽ ട്രെയിനിന്റെ കംപ്ലീറ്റ് ചോദ്യങ്ങളും കിടപ്പുണ്ട്. സോ ഇവിടെ ബ്രിഡ്ജ് ആയിരുന്നു, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ടണൽ, അല്ലെങ്കിൽ കൃഷിപ്പുരയിടം, അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിനെ മറികടന്നു, അങ്ങനെ വരുന്ന എല്ലാ ചോദ്യങ്ങളും സോ ടൈപ്പ് 2 ആണെന്നുള്ള കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുക. അടുത്തത്, ഈ ഒരു ചോദ്യത്തിലാണ് നമുക്കൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്. 1982 ജനുവരി 1 ഫ്രൈഡേ ആണെങ്കിൽ താഴെ തന്നിരിക്കുന്ന വർഷങ്ങളിൽ ഫ്രൈഡേ വരുന്ന വർഷം ഏതെന്നാണ് ചോദ്യം. ഇപ്പൊ സാധാരണ ഈ ജനുവരി 1 വെള്ളി തന്നെ ഇനി വരണമെങ്കിൽ കലണ്ടർ റിപ്പീറ്റ് അടിച്ചു പോയാൽ മതി. സോ കലണ്ടറിന്റെ റിപ്പീറ്റേഷൻ ഞാൻ പഠിപ്പിച്ചതാണ് നിങ്ങളെ ക്ലാസ്സിൽ. തന്നിരിക്കുന്ന വർഷത്തിന് 4 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം 1 ആണെങ്കിൽ 6 കൂട്ടണമെന്നും, ശിഷ്ടം 2 അല്ലെങ്കിൽ 3 ആണെങ്കിൽ 11 കൂട്ടണമെന്നും, ശിഷ്ടം 0 ആണെങ്കിൽ 28 കൂട്ടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കാര്യം ഉണ്ട്. അപ്പൊ 1982നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശിഷ്ടം 2 ആണ്, റിമൈൻഡർ 2. എടാ കുഞ്ഞുങ്ങളെ, ശിഷ്ടം 2 വന്നാലും 3 വന്നാലും 11 കൂട്ടണം. അപ്പോൾ 1982ന്റെ കൂടെ 11 കൂട്ടിയാൽ 2 1 3 8 1 9 9 1 1993 എന്നൊരു ആൻസർ വരും. അതായത് 1993 എന്ന് പറയുന്ന വർഷത്തിലെ ജനുവരി 1 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 1993 ആൻസർ ആയിട്ട് വരാം. പക്ഷേ ഈ 1988 ജനുവരി 1 വെള്ളിയാഴ്ചയാണ് വരുന്നത്. അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ട് ആ ക്വസ്റ്റിനകത്ത്. അത് നമ്മൾ സാധാരണ രീതി നോക്കേണ്ടി വരും. അപ്പൊ 1982 കലണ്ടർ ഇനി എപ്പോഴാണ് റിപ്പീറ്റ് അടിക്കുക എന്നായിരുന്നു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും 1993 ആൻസർ ആയിട്ട് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ 1982 കലണ്ടർ 1988 റിപ്പീറ്റ് ആവത്തില്ല. പക്ഷേ 82 ജനുവരി 1 ഫ്രൈഡേ ആണെങ്കിൽ 88 ജനുവരി 1 ഫ്രൈഡേ ആണ്. കാരണം ഞാൻ കാണിക്കാൻ, നാണ്ട ശ്രദ്ധിച്ചു. അതായത് 1982 ജനുവരി 1 ഫ്രൈഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും 1983 ജനുവരി 1 എന്ന് പറഞ്ഞാല് സാറ്റർഡേ ആണ്. കാരണം അതിനിടയിൽ
ഫെബ്രുവരി 29 എന്ന് പറയുന്ന ആളില്ലാത്തത് കൊണ്ട് ഒന്ന് കൂട്ടിയാൽ മതി എന്നുള്ള കാര്യം നമ്മൾ കലണ്ടറിനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1984 ജനുവരി 1 സൺഡേ വരും. ഒന്ന് കൂട്ടുമ്പോൾ സൺഡേ ആണ്, സാറ്റർഡേ സൺഡേ ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ 84 ലീപ്പ് ഇയർ അല്ലേ? ആണടാ, പക്ഷെ അവിടെ 1983 ജനുവരി 1-നും 1984 ജനുവരി 1-നും ഇടയിലെ ഫെബ്രുവരി 29 ഇല്ലല്ലോ. ഫെബ്രുവരി 29 ഉണ്ടെങ്കിലാണ് 2 കൂട്ടേണ്ടത്, ഇല്ലെങ്കിൽ 1 കൂട്ടിയാൽ മതി. 1985 ജനുവരി 1 സൺഡേ, മൺഡേ അല്ല, ട്യൂസ്ഡേ ആണ് വരുന്നത്. കാരണം അവിടെ നമുക്ക് ഫെബ്രുവരി 29-ന്റെ പ്രസൻസ് ഉണ്ട്, ആ ഗ്യാപ്പിലുണ്ട്. 84 ജനുവരി 1-നും 85 ജനുവരി 1-നും ഇടയില് അവിടെ ഒരു ഫെബ്രുവരി 29 വരുന്നുണ്ട്. കാരണം 84 ലീപ്പ് ഇയർ ആണ്. ആ ലീപ്പ് ഇയറിന്റെ എഫക്റ്റ് വരുന്നത് ആ ഒരു ഗ്യാപ്പിലാണ്. അപ്പൊ 2 കൂട്ടണം, അപ്പൊ അത് ട്യൂസ്ഡേ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് 1986 ജനുവരി 1 എന്ന് പറഞ്ഞാൽ ഇനി 88 ആവുമ്പോഴേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് പ്രശ്നമില്ല, ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ട് മാറി. 1987 ജനുവരി 1 വെനസ്ഡേ എന്നുള്ളത് തേഴ്സ്ഡേ ആയിട്ട് മാറും. അപ്പൊ സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത വർഷം 1988 ജനുവരി 1 എന്നുള്ളത് ഫ്രൈഡേ ആയിട്ട് മാറും. കാരണം 1987 ജനുവരി 1-നും 1988 ജനുവരി 1-നും ഇടയില് ആ പറഞ്ഞ ഫെബ്രുവരി 29 എന്ന് പറയുന്ന ആളുടെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് അവിടെയും നിങ്ങൾ 1 കൂട്ടേണ്ടത്. അപ്പൊ 1988 ജനുവരി 1 ഫ്രൈഡേ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡിലീറ്റ് ആയി പോകാൻ തന്നെയാണ് ചാൻസ്. അപ്പൊ എന്തായാലും ആൻസർ കീ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ട് 1989 ജനുവരി 1 എന്ന് പറഞ്ഞാല് ഫ്രൈഡേ സാറ്റർഡേ അല്ല, സൺഡേ ആണ്. കാരണം അവിടെ നമുക്ക് വീണ്ടും ഈ ഒരു ഗ്യാപ്പില് ഈ പറഞ്ഞ ഫെബ്രുവരി 29 എന്ന് പറയുന്ന ആള് വരുന്നുണ്ട്. അപ്പൊ 2 കൂട്ടണം. അപ്പൊ ഫെബ്രുവരി 29 വന്നാൽ 2 കൂട്ടുക, ഇല്ലെങ്കിൽ ഓരോന്ന് കൂട്ടി അങ്ങ് പോയാൽ മതിയായിരുന്നു. സോ അങ്ങനെ ആ ഒരു ചോദ്യത്തിലെ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം ആ ക്വസ്റ്റിനകത്തുണ്ട്. എന്താണ് ആൻസർ വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ എന്തായാലും നിങ്ങളുടെ വിലയേറിയ ആ ഒരു സജഷൻസ് അതുമായിട്ട് ഈ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം നിങ്ങൾ കമന്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്തണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തത് മിസ്സിംഗ് നമ്പർ ആണ്. പെട്ടെന്ന് ആൻസർ കിട്ടും, കാരണം ഇത് കാണുമ്പോഴേ അറിയാം. 613 ആകണമെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചു 1 കൂട്ടി, അപ്പൊ കറക്റ്റ് 13 ആയി. സോ 13 എന്ന് പറയുന്ന സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചാൽ 26, പിന്നെ 2 കൂട്ടുമ്പോഴാണ് 28 കിട്ടുന്നത്. അപ്പൊ 28-നെ 2 കൊണ്ട് ഗുണിച്ച 56, 56-ന്റെ കൂടെ 3 കൂട്ടിയാൽ 59. അപ്പൊ 59-നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് നമ്മൾ 4 കൂട്ടേണ്ടത്. 59-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 59 × 2 9 2 18, 2 10 1 11 118 വരും. ആ 118-ന്റെ കൂടെ 4 കൂട്ടിയാൽ 122 വരും. അതായത് ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് 2 കൊണ്ട് ഗുണിച്ചു 1 കൂട്ടി 2 കൂട്ടി 3 കൂട്ടി 4 കൂട്ടി പോകുന്ന ഒരു സീരീസ് ആയിരുന്നു. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. അടുത്തത് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ് അടുത്തതായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ശരാശരി വേഗത കണ്ടുപിടിക്കുന്ന ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഇക്വേഷൻ. ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ്, ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണെന്നുള്ള കാര്യം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആകെ ദൂരം ബൈ ആകെ സമയം, ആകെ ദൂരം ബൈ ആകെ സമയം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ രാജൻ ആദ്യത്തെ കുറച്ചു ദൂരം 6 km/h വേഗതയിൽ പോയി 5 മണിക്കൂർ. അപ്പോൾ രാജൻ ആദ്യം സഞ്ചരിച്ച ദൂരം തന്നിട്ടില്ല, സ്പീഡും ടൈമും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ദൂരം കണ്ടുപിടിക്കണം. തൊട്ടടുത്ത ദൂരം അവൻ സഞ്ചരിക്കുന്ന 4 km/h 10 മണിക്കൂർ, അവിടുത്തെയും ദൂരം കണ്ടുപിടിക്കണം. സോ അങ്ങനെ ആ 2 ദൂരങ്ങളും കണ്ടുപിടിച്ച് കൂട്ടുമ്പോൾ നമുക്ക് ആകെ ദൂരം കിട്ടും. എന്നിട്ട് 2 സമയങ്ങളും കൂട്ടുമ്പോൾ ആകെ സമയം കിട്ടും. ആകെ ദൂരത്തിനെ ആകെ സമയം കൊണ്ട് ഹരിക്കുവാണെങ്കിൽ ശരാശരി വേഗതയും കിട്ടും. അപ്പോൾ ദൂരം കണ്ടുപിടിക്കാൻ സ്പീഡും ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? നമ്മൾ അങ്ങനല്ലേ കോഡ് പഠിച്ചു വെച്ചിരിക്കുന്നത്. DST ആണല്ലോ കോഡ്. ഡി വേണമെങ്കിൽ ഡി കൈകൊണ്ട് മറച്ചു പിടിക്കുക. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൈകൊണ്ട് മറച്ചു പിടിച്ചാൽ മതി. ആ
ട്രയാങ്കിളിനകത്തേക്ക് പോയിട്ട്. അപ്പോൾ നമുക്ക് സ്പീഡ് 6, സമയം 5 ഗുണിച്ചാൽ 30. അപ്പോൾ D1 എന്ന് പറഞ്ഞാൽ 30. അപ്പോ അടുത്ത ദൂരം എന്ന് പറയുന്നത് സ്പീഡ് 4, സമയം 10, 4ഉം 10ഉം കൂടെ ഗുണിച്ചാൽ 40. അപ്പോൾ ആകെ ദൂരം എന്ന് പറയുന്നത് 40, 30ഉം കൂടെ കൂട്ടിയാൽ 70. ആകെ ദൂരം 70. ആകെ സമയം എന്ന് പറയുന്നത് അവിടെ 5 മണിക്കൂർ, ഇവിടെ 10 മണിക്കൂർ. 5ഉം 10ഉം കൂടെ കൂട്ടിയാൽ 15 മണിക്കൂർ. സോ 70നെ 15 കൊണ്ട് ഹരിച്ച ആൻസർ ആയടാ. അതാ പിടിച്ചോ, 70ഉം 15ഉം കൂടെ 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. മക്കളെ 70നെ 5 കൊണ്ട് ഹരിച്ച എത്ര? 70നെ 5 കൊണ്ട് ഹരിച്ച എത്ര? 1 5 5, 5ന്റെ ബാക്കി 2 0, 20. 4 5 20, 14 5, 14 5 70. 15നെ 5 കൊണ്ട് ഹരിച്ച 3, 14നെ 3 കൊണ്ട് ഹരിച്ച ആൻസർ സെറ്റ്. സോ 14നെ 3 കൊണ്ട് ഹരിക്ക്, 14നെ 3 കൊണ്ട് ഹരിക്ക്. 4 3 12, ശിഷ്ടം 2. ആന്റി ക്ലോക്ക് വൈസ് ആദ്യം കോഷ്യന്റ് എഴുതണം, പിന്നെ ഡിവൈസർ, ആ ഡിവൈസറിന്റെ മുകളിൽ റിമൈൻഡർ. അതായത് 4ഉം 3ൽ 2. ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ആന്റി ക്ലോക്ക് വൈസിൽ എഴുതണം. ആദ്യം ഹരണഫലം മേളിൽ കിടക്കുന്നത്, പിന്നെ സൈഡിൽ കിടക്കുന്നത്, അതിന്റെ മുകളിൽ റിമൈൻഡർ, ശിഷ്ടം എന്നുള്ള കാര്യം ഞാൻ പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി ആയിരുന്നു. സോ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതുവരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പഠിപ്പിക്കാത്തതായിട്ടൊന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സോ ഈ ഒരു ചോദ്യത്തോടുകൂടി നമ്മുടെ 10 ചോദ്യങ്ങളും ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് അവസാനിപ്പിക്കും. ദാണ്ട് ഇവിടെ നോക്കിയേ, 12 എന്ന് പറയുന്ന സംഖ്യ 8271 ആയിട്ട് മാറി. സോ അങ്ങനെയാണ് അതിന്റെ കോഡിങ്, അല്ലെങ്കിൽ നമുക്കൊരു അനലോഗി പ്രോബ്ലം എന്ന് പറയാം, സമാന ബന്ധം. 15 എത്ര എന്ന ചോദ്യം. സോ അങ്ങനെയാണെങ്കിൽ ദാണ്ടേ ഈ 12 8271 ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 12 എന്ന് പറയുന്ന സംഖ്യയുടെ ക്യൂബ് 12ന്റെ ക്യൂബ് എത്ര? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 12ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1728 അല്ലേ? 1728. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, അത്യാവശ്യം ഒരു 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് കാണാതെ പഠിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ 12ന്റെ സ്ക്വയർ 144, 144നെ വീണ്ടും 12 കൊണ്ട് ഗുണിക്കണം 1728. കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതോ ഒരു ചോദ്യം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു പോയ സമയത്ത് ഒരു 12ന്റെ ക്യൂബ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു റീസെന്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ. ആ വീഡിയോ കണ്ടുപോയവൻ 12ന്റെ ക്യൂബ് 1728 അവന്റെ മനസ്സിൽ തട്ടിക്കാണും. സോ ആ 1728 ആണ് 8271 ആയിട്ട് മാറി. തിരിച്ചിങ്ങ് എഴുതി വെച്ചിരിക്കുക 1728. സോ അങ്ങനെയാണെങ്കിൽ 15ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 15ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്തായാലും ഉത്തരത്തിന്റെ അവസാന തക്കം 5 ആയിരിക്കും അല്ലെ? 15ന്റെ ക്യൂബ് എടുക്കുമ്പോൾ ഉത്തരത്തിന്റെ അവസാന തക്കം എന്തായാലും 5 ആയിരിക്കും. 15ന്റെ ക്യൂബ് അറിയില്ലെന്ന് കരുത്. അപ്പൊ എന്തായാലും ഉത്തരത്തിന്റെ അവസാന തക്കം 5 ആയിരിക്കും. ആ അവസാന തക്കം എന്തായിട്ട് മാറും? ആദ്യ അക്കമായിട്ട് മാറും. അപ്പൊ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് 5ൽ തുടങ്ങുന്ന ഒരു ഉത്തരമായിരിക്കും. സോ 5ൽ തുടങ്ങുന്നത് ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ. കണ്ടോ, സി ഓപ്ഷൻ ആയിരുന്നു. 5ൽ തുടങ്ങുന്ന വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം, 15ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3375 3375 ആണ് 15ന്റെ ക്യൂബ്. അല്ലെ ഞാൻ ഈ പറഞ്ഞ പോലെ ആലോചിക്കണം, 15ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഉത്തരത്തിന്റെ അവസാന തക്കം 5 ആയിരിക്കും. ആ സാധനമാണ് ഓപ്ഷനകത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരിച്ചെഴുതുന്നത്. അപ്പൊ 5 ആദ്യം വരുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം സി ബബിൾ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞു പോയ 29-ാം തീയതി, ഡിസംബർ മാസം 29-ാം തീയതി നടന്നു പോയ CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷയുടെ ആദ്യഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച 10 ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. പക്ഷേ ഈ ഒരു 10 ചോദ്യങ്ങൾ ഇതിനു മുമ്പ് നടന്നുപോയ CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷകളുടെ ചോദ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ചോദ്യപേപ്പർ ആയിരുന്നു. എല്ലാവർക്കും 10 ചോദ്യങ്ങളുടെയും ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ചോദ്യമായിരുന്നു. ആ ഒരു
നമ്മുടെ ഈ ആൽഫബറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ഓഡ് മാൻ ഔട്ട് മാറ്റി നിർത്തിയാൽ ഉറപ്പായിട്ടും 9 മാർക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ കഴിഞ്ഞു പോയ CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ചത്. സോ തൊട്ടടുത്ത ദിവസത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർ ഇതേ നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, മാത്സിനകത്ത് 4 മാത്സിന്റെ ചോദ്യങ്ങളും റീസണിങ് 6 ചോദ്യങ്ങളുമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. നന്നായിട്ട് പഠിക്കുക. 2026 എന്ന് പറയുന്ന വർഷത്തിലെ ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. അപ്പൊ 2026 എന്ന് പറയുന്ന വർഷത്തിലെ പുത്തൻ പുതിയ പ്രതീക്ഷകളും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് പ്രതീക്ഷകളാണ് 2026 നമ്മൾ ഇറക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ വലിയ ആ ഒരു ദൗത്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം. വലിയ ഒരു ബാധ്യതയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സോ ജോലിയാക്കി എടുക്കുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒരു നല്ലൊരു വർഷമായിട്ട് 2026 മാറ്റിയെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വലിയ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട്, ആ കൺസിസ്റ്റൻസിയാണ് അവിടെ മെയിൻ എന്ന് പറയുന്നത്. 1-2 പരീക്ഷകളിൽ പരാജയപ്പെടുമ്പോഴോ മാർക്ക് കുറയുമ്പോഴോ നിങ്ങൾ പുറകോട്ട് മാറി നിൽക്കുന്നതല്ല വസ്തുത. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ പരാജയപ്പെടും എന്നുള്ള വസ്തുത മനസ്സിലാക്കി വീണ്ടും വീണ്ടും വലിയ ആത്മവിശ്വാസത്തോടുകൂടി പരാജയപ്പെട്ട് അവസാനം നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്ന നല്ല നിമിഷത്തിന് സ്വപ്നം കണ്ടുകൊണ്ട് 2026 നടന്നു നീങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സോ ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ CCയിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തുടക്കക്കാരെ എല്ലാവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് 2026 ആദ്യം മുതൽ പഠിക്കുവാൻ വേണ്ടിയിട്ട്, തുടക്കം മുതൽ നമുക്ക് ഹരിശ്രീ കുറിക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ തുടങ്ങുകയാണ്. 6 മാസത്തെ കോഴ്സാണിത്. 6 മാസം കൊണ്ട് എൻറ്റയർ സിലബസ് പൂർത്തീകരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞുപോയ 2024-2025 ബോർഡ് നടത്തിയ ആ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ഏത് മേഖലയിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കി ആ മേഖലകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൃത്യമായ മെന്റർഷിപ്പോട് കൂടി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതിന്റെ നോട്ടുകളും ഉൾപ്പെടെയുള്ള പരമാവധി ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുകയും അവരെ ജോലിക്കാരാക്കുകയും ചെയ്യുക എന്നുള്ള വലിയൊരു ദൗത്യം കൂടി ഇത്തവണ 2026 CC മുമ്പോട്ട് വെക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ഒരു പ്രകടന പത്രികയായിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു പുതുവത്സരം ആശംസിക്കുകയാണ്. അപ്പം ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് 2026 നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ ഒരു മത്സര പരീക്ഷ നേടിയെടുക്കുക. സോ അപ്പൊ നമുക്ക് അടുത്ത മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് വീണ്ടും കാണാം. ബൈ.